ശ്രീമന്നാരായണീയം ദശകം 27 ക്ഷീരാബ്ദി മഥനവും കൂർമാവതാരവും. ശ്ലോകം 3. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബ്രഹ്മാദ്യൈ സ്തുതമഹിമാചിരം തദാനീം പ്രാദുഷ്യൻ വരദപുരപരേണ ധാംനാ. ഹേ ദേവാദിതിജകുലൈർവിധായ സന്ധിം പീയൂഷം പരിമഥതേതി പൈര്യശാസ്ത്വം. കഴിഞ്ഞ ശ്ലോകത്തില് നമ്മൾ കണ്ടു, ദേവന്മാർക്കെല്ലാം ജരാനര ബാധിച്ച് ദുർവാസാവിന്റെ ശാപം മൂലം കഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അസുരന്മാര് ദേവന്മാരെ എല്ലാം തോൽപ്പിച്ചു, സ്വർഗമെല്ലാം കൈയടക്കി. ആ സമയത്ത് അവരുടെ എല്ലാ ഐശ്വര്യങ്ങളും പ്രഭ മങ്ങിയിരുന്ന സമയത്ത്, അതായത് എല്ലാ ഐശ്വര്യങ്ങളും നശിച്ചപ്പോൾ, ഇവിടെ ദേവേന്ദ്രൻ, പരമശിവൻ, മറ്റുള്ള ദേവന്മാരും എല്ലാവരും കൂടി ബ്രഹ്മാവിന്റെ അടുക്കൽ ചെന്ന് ബ്രഹ്മാവിനെയും കൂടെ കൂട്ടി ഒരുമിച്ച് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് ചെന്നു. ഭഗവാനെ ശരണം പ്രാപിച്ചു. എല്ലാവരും കൂടി ഭഗവാനെ സ്തുതിച്ചു. ദേവന്മാരുടെ ആ സ്തുതി കേട്ട് ഭഗവാനോടെ പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിനുള്ള പരിഹാരം അവർക്ക് ഉപദേശിക്കുകയാണ്. വരദ, ഭക്തന്മാരായിട്ടുള്ളവർക്കെല്ലാം ഇഷ്ടവരങ്ങളെ നൽകുന്ന ഗുരുവായൂരപ്പ ഭഗവാനെ. ബ്രഹ്മാദ്യൈ, ബ്രഹ്മാദി ദേവന്മാര്, ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാര് ചിരം വളരെ നേരം, സ്തുതം മഹിമാ ത്വം, അവിടുത്തെ ആ നിന്തിരുവടിയുടെ ആ മാഹാത്മ്യത്തെപ്പറ്റി വളരെ നേരം സ്തുതിച്ചത്. സ്തുത മഹിമ, ഭഗവാന്റെ മഹിമകളെ പറ്റി, മാഹാത്മ്യങ്ങളെ പറ്റി വളരെ നേരം സ്തുതിച്ചത് കേട്ട ത്വം, നിന്തിരുവടി. തദാനീം, അപ്പോൾ, പുര, അവരുടെ മുൻപിൽ, ഇവരുടെ ഈ സ്തുതിയെല്ലാം കേട്ട ഭഗവാൻ അവരുടെ മുൻപിൽ പരേണ ധാംന പ്രാദുഷൻ, വളരെ തേജസ്സോടുകൂടി, ധാംന തേജസ്സോടുകൂടി, പ്രാദുഷൻ പ്രത്യക്ഷപ്പെട്ടിട്ട്, അപ്പൊ അവരുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അത്യധികം തേജസ്സോടുകൂടി വളരെ നേരം സ്തുതിച്ചു കൊണ്ടിരുന്ന ആ ദേവന്മാരുടെ മുൻപിലേക്ക് ഭഗവാൻ വന്നു. എന്നിട്ട് അവരോടായിട്ട് പറഞ്ഞു, ഹേ ദേവ, അല്ലയോ ദേവന്മാരെ, ദിതിജ കുലൈ, നിങ്ങൾ അസുരന്മാരുമായിട്ട്, ദിതിജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിതിജൻ എന്ന് പറഞ്ഞാൽ ദിതിയുടെ പുത്രൻ. അപ്പൊ ഇവിടെ ദിതിജ കുലൈ, കുലം കൂട്ടം. അപ്പൊ ദിതിയുടെ പുത്രന്മാര്, ആ പുത്രന്മാര് എന്ന് പറഞ്ഞാൽ അസുരന്മാര്, ആ അസുരന്മാരുടെ അവരുമായിട്ട്, അസുരന്മാരുടെ കൂട്ടവുമായിട്ട് സന്ധി ചെയ്ത്, സന്ധിം വിധായ, സന്ധി ചെയ്ത്, പീയൂഷം അമൃത്, പരിമഥത കടഞ്ഞെടുക്കുവിൻ, ഇതി എന്ന് പര്യശ ഉപദേശിച്ചു. ഇവിടെ ഭഗവാൻ അവരോട് പറഞ്ഞു, അമൃത് കഴിച്ചാൽ നിങ്ങളുടെ ഈ സങ്കടങ്ങളെല്ലാം തീരും, നിങ്ങളുടെ ജരാനരകളെല്ലാം മാറും. ഇപ്പോൾ അസുരന്മാർ നിങ്ങളുടെ ശത്രുക്കളാണ്, എങ്കിലും അവരുടെ സഹകരണം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് പാലാഴി കടഞ്ഞ് അതിൽ നിന്നും അമൃത് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, കടകോലായിട്ട് മന്ധര പർവ്വതത്തെ എടുക്കണം, അതുപോലെ കയറായിട്ട്, കടയുവാൻ കയറായിട്ട് വാസുകയും വേണം. ഇതെല്ലാം ഭഗവാൻ അവരെ ഉപദേശിച്ചു. ഇനി ഇവരോട് പറഞ്ഞു ഭഗവാൻ,
നിങ്ങൾ അസുരന്മാരുമായിട്ട് ശത്രുത വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അവരുമായിട്ട് സന്ധി ചേരുക. സന്ധി വന്നാൽ മാത്രമേ, അവരുമായിട്ട് കൂട്ടുകൂടിയാൽ മാത്രമേ നിങ്ങൾക്കിത് സാധിക്കുകയുള്ളൂ. രണ്ടു കൂട്ടരും കൂടി പരിശ്രമിച്ചാലേ ഈ അമൃത് അതിൽ നിന്ന് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് കഴിച്ചാൽ മാത്രമേ നിങ്ങളുടെ ജരാനര മാറുകയുള്ളൂ എന്ന് ഭഗവാൻ അവരെ ഉപദേശിച്ചു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.